ഹലോ മക്കളെ, ഒരുപക്ഷെ വീഡിയോ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് യൂട്യൂബിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടതായിരിക്കാം ഈ വീഡിയോ. അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് എക്കണോമിക്സിനെ കുറിച്ച് എന്തെങ്കിലും സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തിയ വീഡിയോ ആയിരിക്കും. എങ്ങനെയായിരുന്നാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ എക്സാം ഇനി തുടങ്ങാൻ പോകും. കാരണം നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മാർച്ച് 19 നമ്മുടെ എക്സാമാണ്, അഥവാ പെരുന്നാളിൻ്റെ തലേന്ന് അല്ലേ. പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ അതിലും വലിയ ടെൻഷനിലായിരിക്കും നമ്മുടെ എക്സാം ഹാളിലിരിക്കാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സീരിയസ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ മോഡൽ എക്സാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? ഇതുവരെ നിങ്ങൾ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാത്ത പല ചോദ്യങ്ങളും കണ്ടെന്നിരിക്കാം അല്ലേ, കാണാത്ത പല കാര്യങ്ങളും കണ്ടെന്നിരിക്കാം, പേടിക്കാത്ത കാര്യങ്ങൾ പലതിനും പേടിച്ചൊന്നിരിക്കാം. എന്ത് ലെവലായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ചിലപ്പോൾ ക്ലാസ്സിൽ എക്സാം ഹാളിൽ കിടന്നുറങ്ങിയ ആളോ, അല്ലെങ്കിൽ മോഡൽ എക്സാം നീട്ടി വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാത്ത ആളോ, അല്ലെങ്കിൽ ഒന്നുമല്ല, എന്തോ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ +1 എന്തായാലും ഡബിൾ പാസ് വാങ്ങിയതാണ്, അപ്പോൾ എനിക്കൊരു നെവർ മൈൻഡാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ എന്താ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എക്സാം എഴുതിയ ആളോ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ പേപ്പർ കിട്ടിയ സമയം തൊട്ട് ആ ഒരു പേപ്പർ കണ്ട് ടെൻഷനായിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടേ എന്ന് പോലും അറിയാതിരുന്ന ഒരാളോ ആയിരിക്കാം നിങ്ങൾ അല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് മോഡൽ എക്സാം ഈസി ആയിരുന്നോ, ആവറേജ് ആയിരുന്നോ, അതോ ടഫായിരുന്നു? ഈ 3 അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്ത്. അപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ എക്സാമിനൊന്ന് 2 ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കാണിച്ചു തരാം. നോക്കിക്കോട്ടോ, ഒരു ചോദ്യം ഇതാണ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നത്. എ ഫേംസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ഈസ് 10 crore ആൻഡ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് 3 crore. ഓക്കെ, ഐഡന്റിഫൈ ദ സ്റ്റോക്ക് വേരിയബിൾ ആൻഡ് ഫ്ലോ വേരിയബിൾ. അതായത് പരീക്ഷയ്ക്ക് നമ്മളോട് പറഞ്ഞ സ്റ്റോക്ക് വേരിയബിളും ഫ്ലോ വേരിയബിളും കണ്ടെത്താം. നമ്മൾ പഠിച്ചിട്ട് ശേഖരവും പ്രവാഹവും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ പഠിച്ചില്ല, കുറേ ടേംസുകൾ പഠിച്ചൊക്കെ ചെയ്ത്. പക്ഷേ ഇവിടെ ചോദ്യം വന്നാൽ കണ്ടോ, ഒരു ഫേമിൻ്റെ ആരംഭത്തിൽ 10 കോടി. ഇത് കാണുമ്പോൾ ഒരു കുട്ടിക്ക് എക്സാം ഹാളിൽ കൺഫ്യൂഷനാണ്. ചോദിച്ചത് ഈ 10 കോടി എന്നൊക്കെ പറഞ്ഞ് തരേണ്ട കാര്യം എന്താണെന്ന് കൺഫ്യൂഷൻ വരും, ചോദ്യം മനസ്സിലായാലും. ഇനി ഈ ചോദ്യം വായിച്ചിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാവും. ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ വർഷാരംഭത്തിലെ മൂലധനം 10 കോടി രൂപയും ഒരു വർഷക്കാലയിലെ പുതിയ നിക്ഷേപം 3 കോടി രൂപയുമാണ്. പ്രസ്താവനയിലെ ശേഖര പ്രവാഹ ചരങ്ങളെ കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ശേഖരം എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്, പ്രവാഹം എന്ന് പറയുമ്പോൾ ഫ്ലോ എന്ന് മിനിമം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഡാറ്റകൾ തന്നാണ് തോന്നും, പക്ഷേ അല്ല, ആക്ച്വലി നമുക്കിവിടെ ക്ലൂ തരികയാണ് ചെയ്തത്. നമ്മുടെ എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാം വരുമ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാറുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് ആരായിരുന്നാലും അവർ നന്നായിട്ട് നല്ല പോലെ എഫേർട്ട് എടുത്ത് ചെയ്താണ്. എന്തായാലും അവർ നന്നായിട്ട് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 കോടി രൂപ എന്താണ്, അവരുടെ കമ്പനി തുടങ്ങുന്ന സമയത്തെ ക്യാപിറ്റൽ, അതായത് ആ വർഷം തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ, മൂലധനം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്റ്റോക്കാണോ ഫ്ലോ ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതിയാൽ മതി. അത് സ്റ്റോക്കാണെങ്കിൽ സ്റ്റോക്ക് എന്ന്, ഫ്ലോ എന്നാണെങ്കിൽ ഫ്ലോ എന്ന് എഴുതാം. ഇനി അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടോ, ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 3 കോടി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നും ക്യാപിറ്റൽ എന്താണെന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിലെ സ്റ്റോക്കും ഫ്ലോയും തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, 2 മാർക്കിൻ്റെ ചോദ്യം. സിമ്പിളായിട്ട് ഉത്തരം നമുക്ക് കിട്ടുന്നത്, പക്ഷേ ചോദ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടിയിരുന്നു. അതിനെന്താ ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക? വെറുതെ നമ്മൾ തത്തമ്മയെ പൂച്ച എന്ന രീതിയിൽ എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ, അങ്ങനെ പഠിച്ചിട്ടില്ല. സ്റ്റോക്കും ഫ്ലോയും ആണോ ചോദിച്ചത് എന്ന് ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന രീതിയിലാണ് ചോദ്യങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ ഇതിലെ ക്യാപിറ്റൽ ഏതാ, സ്റ്റോക്ക് ഏതാന്നുള്ള കാര്യം, സ്റ്റോക്ക് ഏതാ, ഫ്ലോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു ചോദ്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുൻപായിട്ട് നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സ് ആണോ മാക്രോ എക്കണോമിക്സ് ആണോ ഏറ്റവും ടഫായിട്ടുള്ളതെന്ന് കൂടി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഭൂരിഭാഗം പേരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് മാക്രോയിൽ തന്നെ 4-ാമത്തെ 5-ാമത്തെയും 6-ാമത്തെയും ചാപ്റ്റർ. ഓക്കെ, ഈ 3 ചാപ്റ്ററിൻ്റെ കൂടെ പ്ലസ് അവർ ചേർക്കുന്നത് 2-ാമത്തെ ചാപ്റ്ററാണ്. ഈ 4 ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന 4-ാമത്തെ ചാപ്റ്റർ, ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന 6-ാമത്തെ ചാപ്റ്റർ. കാരണം അതിൽ നിന്നാണ് മോഡലിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നത്, 6-ാമത്തെ ചാപ്റ്റർ. ഇനി 5-ാമത്തെ ചാപ്റ്ററിലെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമി എന്ന് പറയുന്നതും, ഈ 2-ാമത്തെ ചാപ്റ്ററിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ 4 ചാപ്റ്ററുകൾ ഏറ്റവും ടഫായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. അതേസമയം മൈക്രോയിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോയിൽ 4-ാമത്തെ ചാപ്റ്ററും അതുപോലെ 5-ാമത്തെ ചാപ്റ്ററും ടഫായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ടഫ് എന്ന് വെച്ചാൽ നിങ്ങൾ തൊട്ടതാക്കാൻ വേണ്ടിയാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ചോദ്യം നോക്കിക്കോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഏതാ തിരിച്ചറിയാൻ പറഞ്ഞത്. ചോദ്യം വായിക്കുന്ന ഒരു കുട്ടിക്ക് ആദ്യം മനസ്സിലാകുന്ന കാര്യം, ഇതെന്താണ് ചോദ്യം എന്ന് പോലും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ ചോദ്യം സിമ്പിളായിട്ട് നിങ്ങൾ മറ്റു രൂപത്തിൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ മക്കളെ, വേറെ ഒന്നുമല്ല, മൈക്രോയും മാക്രോയും വരുന്ന കാര്യങ്ങൾ ഇത്. മൈക്രോ ഏതാണ്, മാക്രോ ഏത് തിരിച്ചെഴുതാൻ, അത്രേ ഉള്ളൂ ചോദ്യം. നോക്കിയേ,
ചോദ്യം ഇതാണ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ വിച്ച് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. നിങ്ങൾ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ അല്ലേ? എക്കണോമിക്സിന് 2 ബ്രാഞ്ചാണെന്ന് +2 തുടങ്ങിയ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മൈക്രോ എന്നും മാക്രോ എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കാണുന്ന സംഭവം എന്താണ്, മൈക്രോ ഏതാ മാക്രോ ഏതാ നിങ്ങൾക്ക് അറിയുന്നതുമാണ് അല്ലേ. ഇനി നോക്കിയേ, ഗവൺമെൻറ് അനൗൺസസ് മെഷർ ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് എല്ലാവരെയും ബാധിക്കുന്നതാണ്, അതുകൊണ്ട് അതെന്തായിരിക്കും, മാക്രോ ആയിരിക്കും അല്ലേ. ഇനി അതേപോലെ എ ഫാക്ടറി പ്രൊഡ്യൂസർ, ഒരൊറ്റ ഫാക്ടറിയുടെ കാര്യം പറഞ്ഞാൽ അതെന്തായിരിക്കും, ഉറപ്പായിട്ടും മൈക്രോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി അതേപോലെ ടോട്ടൽ എക്സ്പോർട്ട് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്, അത് മാക്രോ ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 മാക്രോയും 1 മൈക്രോയും എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ ചോദ്യം മനസ്സിലാക്കാൻ പറ്റാതെ പോയ, ഉത്തരം എഴുതാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ട ആളാവും. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യണം, പരമാവധി ടഫായിട്ടുള്ള ഏരിയ, ഞാനിപ്പോഴും പറഞ്ഞു ടഫായിട്ടുള്ള ഏരിയകൾ ഒരുപാട് നമുക്ക് പഠിക്കാൻ, ആ ഏരിയകൾ കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അല്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ, പഠിക്കാൻ എന്താണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ ഒരു പേടി മേടിക്കണം. നിങ്ങൾക്ക് മുൻപിൽ ഒരു സുവർണാവസരം എന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും അവസാനത്തെ അവസരം ഞാൻ തുറന്നു നോക്കുക. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമായിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്ന കാര്യം, ഈ റാപ്പിഡ് റിവിഷൻ ബാച്ചിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. നമുക്ക് ഏറ്റവും ടഫായിട്ട് പറഞ്ഞ ഭാഗങ്ങളുണ്ട്, ഏറ്റവും ടഫായിട്ടുള്ള പറഞ്ഞ ഭാഗങ്ങളുണ്ട്. അതിൽ നമ്മൾ ടഫായിട്ട് കണ്ടിരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന വഴി ജസ്റ്റ് എ ഗ്രേഡോ അല്ലെങ്കിൽ A+ മാത്രം പ്രതീക്ഷിച്ച നിങ്ങൾ അതുപോലും മോഡൽ എക്സാമിന് കിട്ടുമെന്ന് സംശയിച്ചിരുന്ന നിങ്ങൾ ഡബിൾ പാസ് കിട്ടുമോ, +2ൻ്റെ മാർക്ക് കൂടി കൂട്ടി എനിക്ക് +1ലെ മാർക്ക് കൂടി കിട്ടുമോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന വഴി ലാസ്റ്റ് നമുക്ക് വരുമ്പോൾ എന്താണ്, എക്സാം നമുക്ക് വളരെ ഈസി ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ഈ ഒരു 3 സ്ട്രാറ്റജി ഓക്കെ, അതായത് ടഫായിട്ടുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈസി ആക്കി മാറ്റിയ ആ ഒരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എക്കണോമിക്സിൽ അൾട്ടിമേറ്റ്ലി നമ്മളതാ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ, അത് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന റാപ്പിഡ് റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞ സംഗതി വേറെ ഒന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഓരോ ചാപ്റ്ററും ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഓരോ ചാപ്റ്ററും നിങ്ങൾ ജസ്റ്റ് 10 രൂപയാണ് ഓരോ ചാപ്റ്ററിന് വെച്ച് നിങ്ങൾ കൊടുക്കുന്നത്. എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററും 10 രൂപ വെച്ച്, അങ്ങനെ നമുക്ക് മൊത്തം പഠിക്കാനുള്ള 11 ചാപ്റ്ററിന് ഏകദേശം നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ 110 രൂപയോളം വരുന്നതാണ് നിങ്ങൾ ഈ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്ന രൂപ. ഇനി ആലോചിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾക്ക് പഠിക്കണോ അതോ പഠിക്കാതെ ജസ്റ്റ് പരീക്ഷയ്ക്ക് പോയിട്ട് എന്തെങ്കിലും എക്സാമുകളിലൊക്കെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് അതുപോലെ ദുഃഖിതരായിട്ടിരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ചോയ്സ് നിങ്ങളുടെയാണ് മക്കളെ, പറയുന്നതും ഞാൻ നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ എച്ചുപോട്ടും തയ്യാറാണ്. അപ്പോൾ മക്കൾ മറക്കണ്ട, നിങ്ങളുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു തൊട്ട് താഴെ കമൻറ്റ് ചെയ്തിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസദ്.